അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണം പരിശോധന കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വനിതകളുടെ റൂമിൽ കയറി പരിശോധന നടത്തിയതും പത്രത്തിൽ പരസ്യം അതൊക്കെ അബദ്ധമായി എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെയോ LDFിൻ്റെയോ സഖാക്കൾ ചെന്ന് പരിശോധിക്കുന്നതല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, കള്ളപ്പണം വന്നിട്ടുണ്ട്. പണം വന്നിട്ടില്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പണമൊന്നുമില്ലാതെയാണോ UDF ഇവിടെ പ്രവർത്തിച്ചത്? പാലക്കാട് പ്രവർത്തിച്ച ആളുകൾക്കറിയാമത്. പണത്തിൻ്റെ ഒഴുക്ക് അവിടെ മാത്രമാണോ? കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 150 കോടിയല്ലേ കർണാടകത്തിൽ മത്സ്യവണ്ടിയിൽ കൊടുത്തേച്ചത്? അതൊക്കെ വാങ്ങുകയും ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടിക്ക് അവരിവിടെയും അതുതന്നെയാണ് ചെയ്യുന്നത്. വലിയ തോതിൽ അവർ പണമൊഴുക്കിയിട്ടുണ്ട്. BJP പണമൊഴുക്കിയിട്ടുണ്ട്. കണ്ടമാനം പണമൊഴുക്കിയിട്ടുണ്ട്. പണത്തിൻ്റെ സ്വാധീനത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. വോട്ട് വിലക്ക് വാങ്ങാൻ കഴിയുന്നതല്ല എന്ന് ജനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനോട് ജനാധിപത്യം വിലക്ക് വാങ്ങാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് വിജയിച്ചു വരേണ്ടത്. ഇവിടെ പോലീസ് ഇൻഫർമേഷൻ കിട്ടി. ആ പോലീസ് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു. അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല.